റഷ്യയുടെ കരഭൂമിയുടെ ഏറ്റവും വടക്കേ അറ്റത്തുകൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആർട്ടിക് സർക്കിളിലൂടെയുള്ള സഞ്ചാരം. ടെറിബെർക്ക എന്ന ഗ്രാമമാണിത്. അവിടുത്തെ പുതിയ ജനവാസ പ്രദേശങ്ങളിലൂടെയാണ് സഞ്ചാരം. പുതുതായി ആളുകളെ താമസിപ്പിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ. ഇടതുവശത്ത് കാണുന്നത് ഇവിടുത്തെ സെക്കൻഡറി സ്കൂളാണ്. കുറച്ചു കുട്ടികളേ ഉള്ളൂ ഈ പ്രദേശത്ത്. അവർക്ക് വേണ്ടി നല്ലൊരു സ്കൂളുണ്ട്. വലതുവശത്തെ ഈ മഞ്ഞക്കെട്ടിടം ഇവിടുത്തെ കിൻഡർ ഗാർഡൻ ബിൽഡിംഗ് ആണ്. ടെറിബെർക്കയിൽ പണ്ട് നാട്ടുകാർ താമസിച്ചിരുന്നത് ചെറിയ മരവീടുകളിലായിരുന്നെങ്കിൽ ഇന്നവർ ഇത്തരത്തിലുള്ള അപ്പാർട്ട്മെന്റുകളിലേക്ക് മാറിയിരിക്കുന്നു. കൂടുതൽ സൗകര്യപ്രദമായി ഒന്നിച്ചു താമസിക്കാനുള്ള സംവിധാനങ്ങൾ, അവിടുത്തെ മറ്റ് ഫെസിലിറ്റികളൊക്കെ കാണാം. അതിനോടനുബന്ധമായി പല സ്ഥലത്തും മരത്തിന്റെ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ കാണുന്നുണ്ട്. അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവർ കാർ ഷെഡുകളായും വീട്ടിലെ ഉപയോഗം കഴിഞ്ഞ വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള ഇടങ്ങളായുമാണ് ഈ വീടുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാൻ കരുതിയത് അത് ദാശകളായിരിക്കുമെന്നാണ്. വേനൽക്കാല വസതികൾ ദാശകളല്ല, കാർ പാർക്കിങ്ങുകളാണ്. അപ്പാർട്ട്മെന്റിലുള്ളവർക്ക് സ്വന്തമായി കാറുകൾ ആയിക്കഴിഞ്ഞപ്പോൾ അവർ ഇതിനകത്താണ് അതൊക്കെ സൂക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള നിരവധി മരക്കെട്ടിടങ്ങൾ കാണാം. ടെറിബെർക്കയുടെ പഴയ നാളുകളുടെ ഓർമ്മകൾ ഉണർത്തുന്ന കെട്ടിടങ്ങൾ. അവിടം പിന്നിട്ട് ഇപ്പോൾ മൺപാതകളിലൂടെയാണ് പോകുന്നത്. 1000-ൽ താഴെ ആളുകളെയുള്ളൂ ടെറിബെർക്കയിൽ. മത്സ്യബന്ധനമാണ് ഇന്നാട്ടുകാരുടെ പ്രധാന തൊഴിൽ. ടൂറിസമാണ് പുതിയ കാലത്ത് ഇന്നാട്ടുകാർക്ക് പ്രതീക്ഷ നൽകുന്നത്. ഇക്കാണുന്നത് റിസോർട്ടുകളാണ്. കണ്ടെയ്നർ പോലെയാണ് അതിന്റെ രൂപം. ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന ഇടങ്ങൾ. രസകരമായ സംഗതിയാണ്. 5-6 മുറികളേയുള്ളൂ, എങ്കിലും നല്ല ഫെസിലിറ്റികൾ. വഴിയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. വല്ലപ്പോഴും ടൂറിസ്റ്റുകളും നാട്ടുകാരും കടന്നു പോകുന്ന വഴിയാണ്. അപൂർവം നാട്ടുകാരല്ലേ ഉള്ളൂ. അവർക്ക് ഇതുവഴി പതിവായി സഞ്ചരിക്കേണ്ട കാര്യവുമില്ല. ഇങ്ങനെയുള്ള മോശം വഴിയായതുകൊണ്ടാണ് ഞങ്ങൾ ചെറിയ വണ്ടിയുമായി വന്നത്. ഞങ്ങൾ കടന്നു വന്ന പ്രദേശങ്ങളെക്കാൾ താരതമ്യേന തണുപ്പ് കുറവാണിവിടെ. എങ്കിലും പുറത്തിറങ്ങുമ്പോൾ ഭീകരമായ തണുപ്പാണ്. പക്ഷേ മഞ്ഞുവീഴ്ച അധികം കാണുന്നില്ല. നവംബറിന്റെ പകുതി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഡിസംബർ മുതൽ ഇവിടെയെല്ലാം ഭീകരമായ തണുപ്പിന്റെ സമയമായിരിക്കും. ഭൂമിയുടെ ഒരതിരാണ് ഇതെന്നോർക്കണം. ഒരു കറക്കമൊക്കെ കറങ്ങി വീണ്ടും ഞങ്ങൾ ടെറിബെർക്കയുടെ മറ്റൊരു ഭാഗത്തേക്കെത്തി. ബോട്ട് ബിൽഡിംഗ് യാർഡുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിവിടം. സോവിയറ്റ് യൂണിയന്റെ പതനത്തോടെ ഇവിടെ ബോട്ട് ബിൽഡിംഗ് വ്യവസായം പാടെ നിലച്ചുപോയിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയ തോതിൽ അത് പുനരാരംഭിച്ചിട്ടുണ്ട്. ടൂറിസത്തിലൂടെ വരുമാനമുണ്ടായതോടെ ചെറിയ മ്യൂസിയങ്ങൾ, റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എന്നിവയൊക്കെ വന്നു തുടങ്ങി. ടെറിബെർക്ക ഭാവിയിൽ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പുതിയ കാലത്ത് പല ഫെസിലിറ്റികളും ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കാഴ്ചയിലേക്കാണ് നടക്കുന്നത്. ഒരിടത്തെത്തിയപ്പോൾ എല്ലാവരും വട്ടം കൂടി നിന്നു. എന്ത് കാണാനാണ് ഇവിടെ വന്നതെന്ന് ഞാൻ അവരോട് ചോദിച്ചു. പലർക്കും സ്പെയിൻ വെയിൽ എന്നാൽ എന്തുതരം തിമിംഗലമാണെന്ന് പിടികിട്ടിയിട്ടില്ല. കൂറ്റൻ അസ്ഥിയാണ്. അസ്ഥികൂടം കാണുമ്പോഴാണ് ആ തിമിംഗലത്തിന്റെ വലിപ്പം മനസ്സിലാവുക. മുൻഭാഗമാണിത്. താഴേക്ക് വാരിയല്ല്. മീൻമുള്ളു പോലെ തന്നെ, പക്ഷേ അസാമാന്യ വലിപ്പമാണെന്ന് മാത്രം. ഒറിജിനൽ അസ്ഥികൂടമാണ്. ഭൂമുഖത്തെ ഏറ്റവും വലിയ ഇരപിടിയൻ ജീവിയാണ് സ്പേം വെയിൽ. ഇത്തരം ആൺതിമിംഗലങ്ങൾ 20 മീറ്റർ വരെ നീളം വയ്ക്കാറുണ്ട്. ശരീരവലുപ്പത്തിന്റെ 1/3 ഭാഗം തലയായിരിക്കുമെന്നതാണ് പ്രത്യേകത. ആ തലയിൽ സ്പെർമാസെറ്റി എന്നു പേരുള്ള എണ്ണമയമുള്ള ഒരു വസ്തു ധാരാളമായി ഉണ്ടാവും. അതിനാൽ എണ്ണത്തിമിംഗലമെന്നാണ് ഇവ അറിയപ്പെടുന്നത്. അതിനടുത്ത് തന്നെ കുറെ ബോട്ടുകളുടെ അസ്ഥികൂടങ്ങളുണ്ട്. ഇതൊക്കെ പതിറ്റാണ്ടുകളുടെ പ്രായമുള്ളതും ഇവിടെ ഉപയോഗിച്ചിരുന്നതുമാണ്. ഇന്ന് ടൂറിസ്റ്റുകൾക്കൊരാകർഷണമാണിതെല്ലാം. ഇത്തരം ബോട്ടുകളിലാണ് ടെറിബെർക്കക്കാർ മീൻ പിടിക്കാൻ പോയിരുന്നത്. മത്സ്യബന്ധനമായിരുന്നു ഒരു കാലത്ത് ഇവിടുത്തെ ഗ്രാമീണരുടെ ഉപജീവന മാർഗം. ടെറിബെർക്കയിലെ സാധാരണക്കാർ വസിക്കുന്ന ചെറിയ അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾ, അത് പലതും ദ്രവിച്ച അവസ്ഥയിലാണ്. അവരുടെ തിണ്ണയിൽ മടിപിടിച്ചെന്നോണം ചില പട്ടികളും കിടക്കുന്നു. അവർക്ക് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ല. ചിലർ മയക്കത്തിലാണ്.
അവരെ അവിടെ വിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ചെറിബർക്കയിൽ കുറച്ചാളുകളെ വസിക്കുന്നുള്ളൂവെങ്കിലും ഇത് വളരെ വിസ്തൃതമായ ഒരു പ്രദേശമാണ്. നിരവധി സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. മിലിറ്ററിയുടെ ഒരു ബേസും. എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നു. ഇങ്ങനെ കാണുമ്പോൾ നമുക്കിത് വളരെ സജീവമായതും ധാരാളം ആളുകൾ വസിക്കുന്നതുമായ ഒരു പട്ടണമാണെന്ന് തോന്നും. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് തന്ത്രപ്രധാനമായ ഒരു മുനമ്പായിരുന്നു ചെറിബർക്ക. ഇപ്പോൾ ഞങ്ങൾ മറ്റൊരു സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇതാണ് ഗ്രേവ്യാർഡ് ഓഫ് ഷിപ്സ്, കപ്പലുകളുടെ ശവപ്പറമ്പ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കപ്പലുകളും ഫിഷിംഗ് ബോട്ടുകളും അടുപ്പിച്ചിരുന്ന ഒരു ഹാർബറായിരുന്നു ഇവിടം. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇവിടെ കൊണ്ടുവന്നിട്ട കപ്പലുകളും ബോട്ടുകളും പിന്നീട് നിർജീവമാവുകയായിരുന്നു. ഈ നഗരം നിർജീവമായപ്പോൾ ജലവാഹനങ്ങളും ഇവിടെ കിടന്ന് ദ്രവിച്ചു പോവുകയാണുണ്ടായത്. നിരവധി കപ്പലുകളും ഫിഷിംഗ് ബോട്ടുകളും നശിച്ചു പോയിട്ടുണ്ട്. അവയുടെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് ഗ്രേവ്യാർഡ് ഓഫ് ഷിപ്സ് എന്ന വിളിപ്പേര് കിട്ടിയത്. ഫിഷിങ്ങിനും മറ്റും ഉപയോഗിച്ചിരുന്ന നിരവധി ജലവാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ. നേരത്തെ ഇത് വലിയ ഹാർബർ ആയിരുന്നു. ബോട്ടുകളും ചെറുകപ്പലുകളും ദിവസവും വന്നെടുത്തിരുന്ന ഹാർബർ. അന്ന് ചെറിബർക്കയിലെ മത്സ്യബന്ധന വ്യവസായം കേന്ദ്രീകരിച്ചിരുന്നത് ഈ ഹാർബറിന്റെ പരിസരത്തായിരുന്നു. ഈ ആളുകൾ കയറി നിൽക്കുന്നത് വലിയൊരു ബോട്ടിന്റെയോ കപ്പലിന്റെയോ മുകളിലാണ്. അതിന്റെ മുകൾ ഭാഗമെല്ലാം നശിച്ചു പോയിരിക്കുന്നു. പക്ഷേ ഹൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഹള്ളിന് മുകളിൽ അടിച്ചിരുന്ന പലകയൊക്കെ കാണാം. ആളുകൾ കയറി നിൽക്കുന്നത് അതിന്റെ മുകളിലാണ്. കപ്പലിന്റെ മുൻഭാഗമാണിത്. അതിന്റെ അടിയിലേക്കുള്ള നിലകളൊന്നും ദ്രവിച്ചിട്ടില്ല. അതിനാൽ മുകളിലൂടെയൊക്കെ നടക്കാം. പഴയ തേക്കിൻ തടി കൊണ്ട് പണിതതായതുകൊണ്ട് നല്ല ബലമുണ്ട്. ദ്രവിച്ചെങ്കിലും അതിനടിയിലേക്ക് പോകുമെന്ന ഭയമില്ലാതെയാണ് ഞങ്ങൾ നടക്കുന്നത്. ഇനിയും ഏതാനും വർഷങ്ങൾ കൂടി ടൂറിസ്റ്റുകൾക്ക് വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇതൊക്കെ ഇവിടെ ഉണ്ടാകും. കാലക്രമത്തിൽ ദ്രവിച്ച് നാമാവിശേഷമായി പോവുകയും ചെയ്യും. കപ്പലിന്റെ ഡെക്കിലൂടെയാണ് ഞങ്ങൾ നടക്കുന്നതെന്ന് ഓർക്കണം. ഇതൊക്കെ സജീവമായിരുന്ന കാലത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് എന്റെ നടത്തം. ഈ കപ്പലിനെ നയിച്ചിരുന്ന ക്യാപ്റ്റൻ, അതിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ, അവരുടെയൊക്കെ ജീവിതം, സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടം, അതൊക്കെയാണ് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. 1930-നും 1950-നും ഇടയിൽ ഉപയോഗത്തിലിരുന്ന ബോട്ടുകളും ചെറുകപ്പലുകളുമാണ് ഇവിടെ നശിച്ചു കിടക്കുന്നത്. അവയിൽ കൂടുതലും മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്നവയായിരുന്നു. നതാലിയ അതിൻ്റെയൊക്കെ കഥയാണ് പറയുന്നത്. ദൂരെ ഞങ്ങളുടെ ബസ്സുകൾ കാത്തുകിടക്കുന്നു. കാഴ്ചകൾ കാണാൻ ഇവിടെ അനുവദിച്ച സമയം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു ചെന്ന് വണ്ടിയിൽ കയറി. ദിമിത്രി വണ്ടിയെടുത്തു. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് 3:30 കഴിഞ്ഞിട്ടേയുള്ളൂ. അപ്പോഴേക്കും നേരം നന്നായി ഇരുണ്ടു കഴിഞ്ഞു. ഇനി മടക്കയാത്ര തുടങ്ങേണ്ട സമയമായി. അപ്പോഴേക്കും ചെറിബർക്ക ഗ്രാമത്തിൽ മുഴുവൻ ലൈറ്റുകൾ തെളിഞ്ഞു കഴിഞ്ഞു. സ്ഥാപനങ്ങൾ പകലത്തേക്കാൾ സജീവമാവുന്നത് രാത്രിയിലാണെന്ന് തോന്നും. തെരുവിൽ കുറച്ച് ആളനക്കമുണ്ട്. ഇനി 3 മണിക്കൂറിന്റെ യാത്രയുള്ളതുകൊണ്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ചു പോകാമെന്ന് തീരുമാനിച്ച് വണ്ടി ഒരു റെസ്റ്റോറന്റിന് മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി. ഞങ്ങൾ അതിനകത്തേക്ക് കയറി ചെന്നു. ചായ, കാപ്പി, സ്നാക്സ് ഒക്കെയുണ്ട്. അതോടൊപ്പം ഈ റെസ്റ്റോറന്റിൽ രസകരമായ ചില വിഭവങ്ങളുമുണ്ട്. അതൊന്ന് പരീക്ഷിച്ചു നോക്കണമെന്ന് നമ്മുടെ ഗൈഡ് നത്താലിയ പറഞ്ഞിരുന്നു. ആളുകൾ പണം കൊടുത്ത് കാപ്പി വാങ്ങിക്കുന്നു. ചെറിയ ചില സ്നാക്സ് ഉണ്ട്. ഇവിടെ മാത്രം കിട്ടുന്ന വിചിത്ര വിഭവങ്ങളാണ്. ഇതാണ് പ്രധാന സാധനം, സീ അർച്ചിൻ എന്ന ഒരു കടൽ ജീവി. 300 റൂബിൾ കൊടുത്താൽ അത് കിട്ടും. ഞങ്ങൾ പലരും അത് വാങ്ങിച്ചു. ഇങ്ങനെയാണ് സാധനം. അത് നടുവേ കട്ട് ചെയ്യും. അതിനകത്തെ കുടലും മറ്റും ഒരു കത്രിക കൊണ്ട് എടുത്തു കളയും. വേവിക്കുകയൊന്നുമില്ല. നല്ല തണുത്ത കടലിൽ കിടക്കുന്ന സാധനമാണിത്. മലയാളത്തിൽ കടൽ ചേന എന്ന് പറയുന്ന ജീവിയാണ് സീ ആർച്ചിൻ. കടലിന്റെ അടിത്തട്ടിൽ വസിക്കുന്ന ജീവിയാണിത്. അതിനകത്തെ ചില ഞരമ്പുകളും നൂലുകളുമെല്ലാം എടുത്തു കളയുന്നു. അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നീക്കം ചെയ്ത് അതിങ്ങോട്ട് തരും. കൂടെ ഒരു സ്പൂണും. ഇത് കഴിക്കാം.
ഞങ്ങളുടെ സംഘത്തിലെ സലൂപാണ് ആദ്യം ഇത് പരീക്ഷിക്കുന്ന ധൈര്യവാൻ. നേരെ തൊണ്ടയുടെ അങ്ങേയറ്റത്തേക്കിടണം. കുറച്ചു നേരം അതവിടെ വെക്കുകയും വേണം. ഗംഭീരം. നല്ല തണുത്ത കരിക്കിന്റെ കാമ്പ് പോലെയാണത്രേ. ആദ്യം കഴിക്കാൻ ധൈര്യം കാട്ടിയ സലൂപിനെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. ഗംഭീര അനുഭവമാണെന്നാണ് ഇദ്ദേഹത്തിന്റെ സാക്ഷ്യം. ഇളനീര് കഴിക്കണ പോലെ ഇളനീര് കഴിക്കണ ടേസ്റ്റ്. ഗംഭീര ടേസ്റ്റ്. അദ്ദേഹം കഴിക്കുക മാത്രമല്ല പലർക്കും സംഭാവന ചെയ്യുന്നുമുണ്ട്. പലരും ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ക്യൂ രൂപപ്പെട്ടു. ആകപ്പാടെ കുറച്ചേയുള്ളൂ സീ അർച്ചിൻ. അത് എല്ലാവരും കഴിച്ചു. ഗംഭീര അനുഭവമാണെന്ന് സർട്ടിഫൈ ചെയ്തു. അങ്ങനെ 5-6 എണ്ണം വാങ്ങി. സലൂബ് തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. 2-3 എണ്ണം കഴിച്ചു. പിന്നീട് പലരും അത് വാങ്ങിക്കുകയും ചെയ്തു. ഇവിടെ രസകരമായ മറ്റൊരു കാര്യമുണ്ട്. മരത്തിന്റെ കെട്ടിടമാണിത്. അതിന്റെ ചുവരിൽ മുഴുവൻ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്നവർ അവരുടെ പേരോ സ്ഥാപനത്തിന്റെ പേരോ വന്ന തീയതിയോ ഒക്കെ എഴുതി വച്ചിരിക്കുന്നു. 2024 വന്നവരാണ് കൂടുതൽ എഴുതിയിരിക്കുന്നത്. പല നാടുകളിൽ നിന്ന് വന്നവരുടെ എഴുത്തുണ്ട്. റഷ്യൻ ഭാഷയിൽ എഴുതിയവരുണ്ട്. തമിഴിലും എഴുത്തു കണ്ടു. ഞാൻ ചുറ്റുമെല്ലാം നിരീക്ഷിച്ചു. അപ്പോഴാണ് നമ്മുടെ കലാകാരന്മാർ ഒരിടത്ത് സഞ്ചാരം നവംബർ 2024 എന്നെഴുതിയിരിക്കുന്നത് കണ്ടത്. ഞാൻ അതിനു മുകളിൽ ഒപ്പും ചാർത്തി. ഇനി എത്ര കൊല്ലം കഴിഞ്ഞ് മലയാളികൾ ചെന്നാലും ആ റെസ്റ്റോറന്റിൽ സഞ്ചാരത്തിന്റെ പേരുണ്ടാകും. എഴുതാനുള്ള പേനയൊക്കെ റെസ്റ്റോറന്റുകാർ തന്നെ തരും. അത് പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ വന്നവർ. എല്ലാവരും കാപ്പിയും ചായയും കുടിച്ചൊന്ന് ഫ്രഷായി. മടക്കയാത്രയുടെ സമയമായിരിക്കുന്നു. ചെറിബെർക്കയിൽ നിന്നും മടങ്ങുമ്പോഴേക്കും നല്ല ഇരുട്ടായി. എങ്കിലും 4 മണി കഴിഞ്ഞിട്ടേയുള്ളൂ ഇപ്പോൾ. ഇവിടെയൊക്കെ രാത്രി മാത്രമുള്ള ഒരു കാലമുണ്ട്. പകൽ നേരത്ത് ഇങ്ങനെ അങ്ങേയറ്റത്ത് ഒരു നേർത്ത വെളിച്ചം മാത്രമുള്ളതായിരിക്കും ആ വിന്റർ കാലം. ഇങ്ങനെയായിരിക്കും നട്ടുച്ച പോലും. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി. 8 മണിയായിരിക്കുന്നു. പക്ഷേ നല്ല ഇരുട്ടാണ്. ഞങ്ങൾ ഇന്ന് മുർമാൻസ്കിൽ നിന്ന് മടങ്ങുകയാണ്. കൃത്യസമയത്ത് തന്നെ എല്ലാവരും ബസ്സിൽ കയറി. മടങ്ങുന്നതിന് മുൻപ് ഈ മുർമാൻസ്കിൽ കുറച്ചു കാഴ്ചകൾ കൂടിയുണ്ട്. അതുകൂടി കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോകാൻ. ബസ്സിൽ ഇന്നത്തെ ആദ്യത്തെ കാഴ്ചയിലേക്കുള്ള യാത്ര തുടങ്ങി. നല്ല തണുപ്പാണ്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. മുർമാൻസ്കിന്റെ റെയിൽ റോഡ് സ്റ്റേഷൻ. ഒരു സ്ഥലത്ത് വണ്ടി നിന്നു. ഇവിടെ ഒരു ആണവ ഐസ് ബ്രേക്കിംഗ് ഷിപ്പുണ്ട്. മഞ്ഞുകാലത്ത് ആർട്ടിക് മേഖലയിൽ കടലിന്റെ മുകൾത്തട്ട് മുഴുവൻ കട്ടിയുള്ള ഐസ് പാളികൾ നിറഞ്ഞുകിടക്കും. അപ്പോൾ കപ്പലുകൾ നീങ്ങണമെങ്കിൽ മുന്നിൽ ഒരു ഐസ് ബ്രേക്കർ വേണം. ആ മുന്നിൽ കിടക്കുന്ന കപ്പലാണ് ലോകത്തെ ആദ്യത്തെ ആണവ ഐസ് ബ്രേക്കർ. ലെനിൻ എന്നാണ് അതിന്റെ പേര്. 1957 കടലിൽ ഇറങ്ങിയ ആറ്റമിക് ഐസ് ബ്രേക്കർ. ഐസ് ബ്രേക്കർ കപ്പലുകളുടെ ഒരു പ്രത്യേകത കനത്ത ഉരുക്കുപാളികൾ കൊണ്ടായിരിക്കും അത് നിർമ്മിക്കുക എന്നതാണ്. അതിന് വലിയ എനർജി ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അത് ആണവശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നതാക്കുന്നത്. സാധാരണ കപ്പലുകൾക്ക് മുൻപേ പോയി 1 മീറ്ററും 2 മീറ്ററും കനത്തിൽ കിടക്കുന്ന ഐസ് അടിച്ചു പൊട്ടിക്കണം. എന്നിട്ടത് 2 വശത്തേക്കും വകഞ്ഞു മാറ്റുകയും വേണം. അങ്ങനെ ഉണ്ടാക്കുന്ന ചാലിലൂടെയാണ് പിന്നിൽ വരുന്ന കപ്പലുകൾ കടന്നു പോവുക. ഉത്തരധ്രുവത്തിലെ ഗതാഗതത്തിന് മഞ്ഞുകാലത്തും അല്ലാത്തപ്പോഴും പലപ്പോഴും ഇത്തരം ഐസ് ബ്രേക്കറുകൾ ആവശ്യമാണ്. റഷ്യ അതുവരെ നിർമ്മിച്ച ഐസ് ബ്രേക്കിംഗ് കപ്പലുകളെക്കാൾ ശക്തിയുള്ളതായിരുന്നു ലെനിൻ. 1960-നും 65-നും ഇടയിൽ മറ്റു കപ്പലുകൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് ഈ കപ്പൽ 1,57,000 കിലോമീറ്റർ സഞ്ചരിച്ചെന്നാണ് കണക്ക്.
അതിൽ 1,20,000 കിലോമീറ്റർ ഐസ് പാളികൾ പൊട്ടിച്ചു തന്നെയാണ് നീങ്ങിയത്. ലോകത്തെ ആദ്യത്തെ ന്യൂക്ലിയർ പവേർഡ് സിവിലിയൻ വെസൽ എന്ന ബഹുമതിയും ഈ കപ്പലിനുണ്ട്. 1974 ഓർഡർ ഓഫ് ലെനിൻ എന്ന പരമോന്നത ബഹുമതി ഈ കപ്പലിന് ലഭിച്ചു. ഐസ് പാളികളിൽ നിരന്തരമായി ഉരഞ്ഞ് ഹള്ള് ദുർബലമായതിനെ തുടർന്ന് 1989 ഈ കപ്പലിനെ സർവീസിൽ നിന്ന് പിൻവലിച്ചത്. തുടർന്ന് റിപ്പയർ ചെയ്ത് ഒരു മ്യൂസിയം ഷിപ്പാക്കി മാറ്റിയ ഇതിനെ 2005 മുതൽ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് തിരികെ നടന്നു. നേരം 9 മണിയാകുന്നു. ചക്രവാളത്തിൽ പടരുന്ന നേർത്ത വെളിച്ചം. പോർട്ടിലേക്ക് വന്ന ആളുകളുടേതാവാം കാറുകൾ കിടപ്പുണ്ട്. അവിടെ നിന്നും ബസ്സിൽ കയറി ഞങ്ങൾ യാത്ര തുടർന്നു. ആദ്യ 2 ദിവസം ഞങ്ങളെ നയിച്ചിരുന്ന ഡ്രൈവറാണ് ഇയാൾ. റെയിൽവേ സ്റ്റേഷന്റെ യാർഡും മറ്റുമാണിത്. തുറമുഖത്തേക്ക് വരുന്ന റെയിൽവേ ലൈനുകൾ. മുർമാൻസ്ക് പോർട്ടിലേക്ക് സൈന്യത്തെയും ആയുധങ്ങളും ചരക്കും പെട്ടെന്നെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ റെയിൽവേ ലൈൻ സ്ഥാപിച്ചത് തന്നെ. അല്ലാതെ പാസഞ്ചർ ട്രെയിനുകളായി യാത്ര ചെയ്യാൻ മാത്രം ആളുകളൊന്നും റെയിൽവേ ലൈൻ വരുന്ന കാലത്ത് ഈ പ്രദേശത്തുണ്ടായിരുന്നില്ല. ഗുഡ്സ് ട്രെയിനുകളാണ് ആദ്യകാലത്ത് ഇതുവഴി പോർട്ടിലേക്ക് പോയിരുന്നത്. ആർട്ടിക് സമുദ്രം വഴി യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന കപ്പലുകളുടെ ഒരു പ്രധാന പോർട്ടാണ് മുർമാൻസ്കിലേത്. അതുകൊണ്ട് തന്നെ വടക്കൻ സമുദ്രപാതയിൽ അതിന് സവിശേഷ സ്ഥാനമുണ്ട്. ഇതിവിടുത്തെ ഒരു തെർമൽ പവർ പ്ലാന്റിനോട് അനുബന്ധിച്ചുള്ള ഒരു താപമാപിനിയാണ്. ചെറിയ പട്ടണമാണെങ്കിലും ഇവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും മനോഹരമായി ലൈറ്റപ്പ് ചെയ്തിടുന്നുണ്ട്. അത് നഗരത്തിന് ഒരു ആഢ്യത്വം നൽകുന്നു. സമ്പന്ന ഛായയാണ് റഷ്യയിലെ ഈ വിദൂര പട്ടണത്തിനു പോലും. അവിടെ ഒരിടത്ത് ഞങ്ങൾ വണ്ടിയിൽ നിന്നിറങ്ങി. നല്ല തണുപ്പാണ്. ചെറുതായി മഞ്ഞു വീഴുന്നുമുണ്ട്. ചില സ്മാരകങ്ങളുണ്ട് ഇവിടെ. അതിൽ ആദ്യത്തേത് സേവിയർ ഓൺ വാട്ടേഴ്സ് പള്ളിയാണ്. അതാണ് നേരെ മുന്നിൽ കാണുന്നത്. നാവികരുടെ പള്ളിയാണ് സേവിയർ ഓൺ വാട്ടേഴ്സ്. വലിയ പഴക്കമുള്ള പള്ളിയൊന്നുമല്ല. പൊതുജനങ്ങളിൽ നിന്നും ശേഖരിച്ച സംഭാവന ഉപയോഗിച്ച് 2002 അത് പണിതത്. പള്ളിയുടെ മുന്നിൽ നിന്ന് ഗൈഡ് മില കഥയൊക്കെ പറഞ്ഞു തന്നു. ക്രിസ്തു കടലിന് മീതെ നടന്നതിനെ അനുസ്മരിച്ചാണ് അതിന് ചർച്ച് ഓഫ് സേവിയർ ഓൺ വാട്ടേഴ്സ് എന്ന പേര് നൽകിയത്. അവിടെ നിന്ന് പടവുകൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അങ്ങ് താഴെ ഒരു ലൈറ്റ് ഹൗസ് കാണാം. ലൈറ്റ് ഹൗസ് മെമ്മോറിയൽ എന്നാണ് അതിന് പേര്. ഞങ്ങൾ അതിന്റെ അടുത്തേക്ക് നടന്നു. വഴിയുടെ 2 വശത്തും മഞ്ഞ് കൂടിക്കിടക്കുന്നു. ഞങ്ങൾ വരുന്നതിന് 2 ദിവസം മുൻപ് ഇവിടെ കനത്ത മഞ്ഞുവീഴ്ചയായിരുന്നത്രേ. ഞങ്ങൾ ഈ വന്ന ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഞങ്ങൾക്ക് ആ അനുഭവം നൽകാതിരിക്കുന്നതിനാണോ എന്നറിയില്ല, മഞ്ഞുവീഴ്ചയില്ല. ലൈറ്റ് ഹൗസിന്റെ ചുവട്ടിൽ മറ്റൊരു സ്മാരകമുണ്ട്. അതിന്റെ അടുത്തേക്കാണ് ആദ്യം ചെല്ലുന്നത്. കുറെ വർഷങ്ങൾക്ക് മുൻപ് ലോകത്താകമാനം വാർത്തയായ ഒരു സംഭവമുണ്ടായിരുന്നു. കുർസ്ക് എന്ന ഒരു ആണവ അന്തർവാഹിനി കടലിൽ വെച്ച് തകർന്ന സംഭവം. കടലിനടിയിൽ വെച്ചുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് അത് മുങ്ങിപ്പോയി. വലിയൊരു സബ്മറൈൻ ദുരന്തം. അതിന്റെ സ്മാരകമാണിത്. വീണ്ടെടുത്ത കുർസ്ക് ഇവിടെയാണ് തീരത്തടുപ്പിച്ചത്. 2000 ഓഗസ്റ്റ് 12 ആർട്ടിക് സമുദ്രത്തിലെ ബാരൻസ് കടലിൽ വെച്ച് ആ ദുരന്തം നടന്നത്. നാവികരെ രക്ഷപ്പെടുത്താനുള്ള റഷ്യൻ നേവിയുടെ ശ്രമങ്ങൾ ആദ്യം പരാജയപ്പെട്ടു. ഒടുവിൽ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തകർ കുർസ്കിലെത്തിയത്. അപ്പോഴേക്കും അതിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചിരുന്നു. കുർസ്ക് ദുരന്ത സ്മാരകത്തിനടുത്തു തന്നെ നമ്മൾ മുകളിൽ നിന്ന് ആദ്യം കണ്ട മോണിമെന്റ്, ലൈറ്റ് ഹൗസ് മെമ്മോറിയൽ. സമാധാനകാലത്ത് പലവിധ അപകടങ്ങളിൽ മരിച്ച നാവികർക്കുള്ള സ്മാരകമാണ് ലൈറ്റ് ഹൗസ് മെമ്മോറിയൽ. 2002 ഒക്ടോബറിലാണ് ഇത് സ്ഥാപിച്ചത്. 17.5 മീറ്റർ ഉയരമുള്ള ഒരു ലൈറ്റ് ഹൗസ് ടവർ. കടലിൽ പോയി തിരികെ വരാത്തവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെ പ്രതീകമാണ് ഈ സ്മാരകം. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും വണ്ടിയിൽ ചെന്നു കയറി. ഇനി എയർപോർട്ടിലേക്കുള്ള യാത്രയാണ്, മുർമാൻസ്ക് എയർപോർട്ടിലേക്ക്. ഇവിടുത്തെ സാധാരണ ജനങ്ങൾ വസിക്കുന്ന അപ്പാർട്ട്മെന്റുകളൊക്കെ പിന്നിട്ടു. അപ്പോഴേക്കും പയ്യെ നരച്ച നിറത്തിൽ നേരം പുലർന്നു തുടങ്ങി. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ മുതൽ കുർസ്ക് മുങ്ങിക്കപ്പൽ ദുരന്തമുണ്ടായ നാളുകളിൽ വരെ അനേകം സംഭവങ്ങൾക്ക് സാക്ഷിയായ നഗരമാണ് മുർമാൻസ്ക്.
ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ സൗഹൃദ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ഒരു പ്രധാന കേന്ദ്രം ഈ പട്ടണമാണ്. തടാകങ്ങളിൽ ഐസ് ഉറഞ്ഞ് ഉപരിതലമാകെ ഉറച്ചുപോയിരിക്കുന്നു. ഞങ്ങൾ ഇനി സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്കാണ് പോകുന്നത്. ഇടയ്ക്കൊരിടത്ത് വണ്ടി നിർത്തി. ഭക്ഷണ പാക്കറ്റുകളാണ് ഈ കൈമാറുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫ്ലൈറ്റിലായിരിക്കും. അതിനാൽ റെസ്റ്റോറന്റിൽ നിന്നും പാക്കറ്റുകളാക്കി കൊണ്ടുവന്ന ഉച്ചഭക്ഷണം ഓരോരുത്തർക്കും വിതരണം ചെയ്തു. എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. എയർപോർട്ടിലേക്ക് പോവുകയാണല്ലോ. എല്ലാവർക്കുമുള്ള ലഞ്ച് പാക്കറ്റാക്കി എടുത്തിട്ടുണ്ട്. ബർഗറും ജ്യൂസും പഴങ്ങളും ഒക്കെ ചേർന്ന ഗംഭീരമായൊരു ലഞ്ചാണ്. ഞങ്ങൾ എയർപോർട്ടിലേക്ക് യാത്ര തുടർന്നു. മുർമാൻസ് നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് യാത്ര. ജനസംഖ്യ കുറഞ്ഞ നഗരമാണെങ്കിലും നല്ല അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇവിടെ. ഇനി അതിശയിപ്പിക്കുന്ന കാഴ്ചകളുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക്.